ഗവൺമെന്റ് ചെയ്യേണ്ടതിന് ഗവൺമെന്റ് പ്രതികരിക്കുന്ന പാർട്ടിയുടെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പൊ പറയുന്ന നഗരസഭയുടെ ഉത്തരവാദിത്വം നഗരസഭയുടെ ഉത്തരവാദിത്വം മാത്രമാണോ? അല്ല, നിങ്ങൾ പറയൂ, നഗരസഭയുടെ ഉത്തരവാദിത്വം മാത്രമാണോ? ഒരു ഗവൺമെന്റ് എന്തിനാ ഇവിടെ ഉള്ളത്? നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, കുടിവെള്ളക്ഷാമം കേരളം ഒട്ടാകെ രൂക്ഷമാണ്. ഒന്ന് കാലാവസ്ഥ, ഇപ്പോഴത്തെ കാലാവസ്ഥ കടുത്ത വേനലാണ്. രണ്ടാമത്, എല്ലായിടത്തും പ്രശ്നമുണ്ടെങ്കിലും നേരത്തെയും ഇത്തരം പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തിരുവനന്തപുരത്ത് മാത്രം പ്രത്യേകിച്ചും ഒരു കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. എനിക്ക് തോന്നുന്നു നാട്ടുപ്രദേശങ്ങളിൽ പോലും ഇല്ലാത്ത രീതിയിൽ തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായ നീക്കങ്ങളുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റില്ല, അങ്ങനെ സംശയിക്കാം. അതിന് ചില കാരണങ്ങളുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ കുടിവെള്ള വിതരണം ആരുടെ ചുമതലയാ? വാട്ടർ അതോറിറ്റിയുടെ ചുമതലയാണ് അല്ലേ? അപ്പോൾ തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ്. കേരളത്തിലെമ്പാടും കൃത്യമായി കുടിവെള്ള വിതരണം, ജലസേചനം ഒക്കെ, അതായത് കൃഷിക്ക് വേണ്ടുന്ന വെള്ളം എത്തിക്കേണ്ടത് വാട്ടർ അതോറിറ്റിയുടെ ജോലിയാണ്. തിരുവനന്തപുരം നഗരത്തിൽ മാത്രം അത് വാട്ടർ അതോറിറ്റിക്ക് ഉത്തരവാദിത്വമില്ല, പകരം അത് കോർപ്പറേഷനാണ്. പറഞ്ഞത് ഞാനല്ല, നമ്മുടെ മന്ത്രി കൂടിയായ ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടിയാണ്. അദ്ദേഹം കോർപ്പറേഷൻ മേയറായിരുന്ന ആളാണ് ഒരു കാലത്ത്. ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഇവിടെ മേയറായിരുന്നു. അന്ന് അദ്ദേഹം ഉണ്ടാക്കിയ പുകിലുകൾ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കാലത്താണ് വിളപ്പിൽശാല ചവർ ഫാക്ടറി ഉണ്ടാക്കി ആ നാടിനെ കുട്ടിച്ചോറാക്കി. അവസാനം അത് അവിടുന്ന് മാറ്റാൻ വേണ്ടി നാട്ടുകാർ നടത്തിയ ഭഗീരഥ പ്രയത്നം, എന്താ പറയുക, ആ സമരങ്ങൾ, അതൊക്കെ സത്യത്തിൽ എന്താ പറയുക, നമ്മുടെ ഈ സമാനതകളില്ലാത്ത സമരങ്ങളാണ് അവർ ചെയ്തത്. എന്തായാലും ഇരിക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഇവിടെ ഇപ്പോൾ മന്ത്രി പറയുന്നതനുസരിച്ചാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം കിട്ടുന്നില്ല, ഉത്തരവാദി കോർപ്പറേഷൻ. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ നീക്കം നിലച്ചു, ഉത്തരവാദി കോർപ്പറേഷൻ. തിരുവനന്തപുരം നഗരത്തിൽ രാത്രിയിൽ വെട്ടവും വെളിച്ചവും ഇല്ല, അതായത് ലൈറ്റുകളൊന്നും കത്തുന്നില്ല, ഉത്തരവാദി കോർപ്പറേഷൻ. ഇങ്ങനെ സകല തിരുവനന്തപുരം നഗരത്തെ സംബന്ധിക്കുന്ന സകല കുഴപ്പങ്ങളുടെയും ഉത്തരവാദി കോർപ്പറേഷനും കോർപ്പറേഷൻ മേയർ വി രാജേഷുമാണെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്. നമുക്ക് ഈ കുടിവെള്ള വിതരണത്തിന്റെ കാര്യം എടുക്കാം. കുടിവെള്ള വിതരണം സത്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ചുമതലയാണ്. ഈ തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ല. എന്തുകൊണ്ട്? വാട്ടർ അതോറിറ്റി ഇട്ടിരിക്കുന്ന പൈപ്പുകളിൽ കൂടിയാണ് വെള്ളം വരുന്നത്, വീടുകളിലേക്ക് എത്തുന്നത്. നമ്മൾ ടാപ്പ് ഉപയോഗിച്ച് തുറക്കുകയും അടക്കുകയും ചെയ്ത് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നു. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടെ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം നടന്ന പൈപ്പ് പൊട്ടലുകളുടെ ചരിത്രം എത്ര തവണ പൈപ്പ് പൊട്ടിയെന്നൊരു ഏകദേശ കണക്കെങ്കിലും പറയാൻ കഴിയുമോ? വലിയ ബുദ്ധിമുട്ടാണ്. ഇത് സംബന്ധിച്ചൊരു വാർത്ത ഇന്ന് കണക്ക് സഹിതം കൃത്യമായിട്ട് ജന്മഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. ഒരു ബൈലൈൻ സ്റ്റോറിയാണ്. തിരുവനന്തപുരത്തെ ലേഖകൻ ഗോപൻ ചുള്ളാളമാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ 3 വർഷത്തിനിടെ തിരുവനന്തപുരം നഗരത്തിൽ പൈപ്പ് പൊട്ടിയത് 29,000 തവണയാണ്. നോക്കൂ, ഒരു തലസ്ഥാന നഗരത്തിലെ പൈപ്പ് പൊട്ടലുകളുടെ എണ്ണം 29,000 ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥത എത്രത്തോളം. വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥതയും വാട്ടർ അതോറിറ്റി പൈപ്പുകളുടെ ഗുണമേന്മ മാത്രമല്ല, ഇതിനകത്ത് അഴിമതിയുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് കരാറുകാരാണ് ഇത് പലതും നടത്തുന്നത്. അല്ല, ശരിയാണ്, കരാറുകാരെ കൊണ്ട് ടെൻഡർ വിളിച്ച് അവരെ കൊണ്ടാണ് ഇത് ചെയ്യിക്കുന്നത്. പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്വമാണ് ക്വാളിറ്റി ഉറപ്പ് വരുത്തേണ്ടത്. ആ ക്വാളിറ്റി ഉറപ്പ് വരുത്താത്തത് കൊണ്ടാണ്. അതായത് ഉപയോഗിക്കുന്ന പൈപ്പുകള് ആസ്ബറ്റോസ് സിമന്റ് പൈപ്പും അതുപോലെ തന്നെ ഈ കാസ്റ്റ് അയൺ പൈപ്പുമാണ്. ഇതിലൂടെ ജലം വലിയ രീതിയിൽ പമ്പ് ചെയ്ത് വരുമ്പോൾ അതിന്റെ സമ്മർദ്ദം താങ്ങാനാകാതെ ഇത് പൊട്ടുകയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ജോയിന്റുകളിലാണ് ഏറ്റവും കൂടുതൽ ഈ പൊട്ടൽ സംഭവിക്കുന്നത്. അത് അറ്റകുറ്റപ്പണി. ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ തവണയും ഈ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അറ്റകുറ്റപ്പണിക്ക് വരുന്ന തുകയെക്കുറിച്ച് ഓഡിറ്റില്ല. കാരണം എത്ര ചെലവഴിച്ചു, 1 ലക്ഷം ചെലവഴിച്ചോ 10 ലക്ഷം ചെലവഴിച്ചോ, നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് NK പ്രേമേന്ദ്രൻ മന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. നമ്മുടെ ശാസ്തമംഗലത്ത്, ഞാൻ വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 2006-നും 2009-നും ഇടയ്ക്കാണെന്നാണ് എൻ്റെ ഓർമ്മ.
അതായത് നമ്മുടെ ശാസ്താമംഗലത്ത് ഒരു സ്വകാര്യ മൊബൈൽ കമ്പനി ഈ റോഡ് കുഴിച്ച് മറ്റേ ഇവരുടെ കേബിൾ ഇട്ട് പോകുമായിരുന്നു. ആ സമയത്ത് യാദൃശ്ചികമായിട്ട് അവരുടെ ഈ യന്ത്രം അതിൻ്റെ കുഴിക്കുന്ന മൂർച്ചയേറിയ ഭാഗം കൊണ്ടിട്ട് പൈപ്പ് പൊട്ടി. അത് വലിയ പുകിലായി. അന്ന് ആ കമ്പനിയിൽ നിന്ന് വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് ഈടാക്കി. അപ്പോൾ അന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് പത്രക്കാർക്കെല്ലാം വിവരം കിട്ടുന്നത്, ഈ റോഡിൽ പൈപ്പ് പൊട്ടി അറ്റകുറ്റപ്പണി നടത്തുന്നതിന് എത്ര തുക ചെലവാകുന്നു എന്നുള്ളത് ഓഡിറ്റിന് വിധേയമാക്കുന്നില്ല. കഴിഞ്ഞില്ല, ഇനിയും വരുന്നു. ഇപ്പോ കേരളത്തിൽ തിരുവനന്തപുരത്ത് അറ്റകുറ്റപ്പണിക്കാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയുടെ തുക കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. 169.31 കോടി രൂപ കുടിശ്ശിക കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണി ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാർ ഇപ്പോൾ വിളിച്ചാൽ അവർ സമയത്തിന് വരില്ല, വന്നാൽ തന്നെ സമയത്തിന് ജോലി തീർക്കില്ല. അത് കൃത്യമായിട്ട്, അതായത് അവിടെ എന്താണോ സംഭവിച്ചിരിക്കുന്നത്, ഈ ഇരുട്ട് കൊണ്ട് ഓട്ടയടക്കുക എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർത്ത് അവര് മടങ്ങും. കാരണം പണം ഇത്രയും കൊടുക്കാനുണ്ട്, ചെറിയ തുകയല്ല. ഒരു കരാറുകാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒന്നിലധികം കരാറുകാർ കാണും, അവരെ സംബന്ധിച്ചിടത്തോളം 169-170 കോടി രൂപ കുടിശ്ശികയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കേരള സർക്കാർ പിന്നെ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഈ കഴിഞ്ഞ 10 വർഷം, പവർ കട്ടില്ലാത്ത 10 വർഷം, കുടിവെള്ളം മുട്ടാത്ത 10 വർഷം, പിന്നെ ഇങ്ങനെ റേഷൻ മുടങ്ങാത്ത 10 വർഷം, കേന്ദ്രം കൊടുക്കുന്ന അരി ഇവിടെ റേഷൻ കടയിൽ കൂടെ വിതരണം ചെയ്യുന്നു. റേഷൻ കടക്കാർ പോയി ഗോഡൌണിൽ നിന്ന് ഗോഡൌണിൽ നിന്ന് എടുത്തോണ്ട് വരുന്നു, അവരത് വിതരണം ചെയ്യുന്നു. അതൊക്കെ നടക്കും. പക്ഷെ ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഈ സർക്കാരിന് എന്താണ് ജോലി? ആകെ പൊതുവിതരണ വകുപ്പ്, നമ്മുടെ സിവിൽ സപ്ലൈസ്, ഇതാ അവിടുന്ന് വാങ്ങിക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു, അവിടുന്ന് വാങ്ങുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു. പണ്ടൊരു സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹം അവതരിപ്പിച്ച ഒരു ക്യാരക്ടർ ചെയ്യുന്നതാണ്. ഈ ചുടുകട്ട എറിഞ്ഞു കൊടുക്കുന്നു, വാങ്ങുന്നു, പുറത്ത് കൊടുക്കുന്നു, വാങ്ങുന്നു, പുറത്ത് കൊടുക്കുന്നു. പിന്നെ ഈ ആളെന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിന് കൊടുക്കാതെ നേരിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോഴും പുള്ളി ഇങ്ങനെ വാങ്ങിക്കുന്നു, കൊടുക്കുന്നു, വാങ്ങിക്കുന്നു. ഇതുപോലെയാണ് കേരളത്തിലെ ഈ പൊതുവിതരണ സമ്പ്രദായം. ഈ വാട്ടർ അതോറിറ്റിയുടെ കാര്യത്തിലും ഒക്കെ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിലെ തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരത്തിൽ മാത്രം 29,000 തവണ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് പൈപ്പ് പൊട്ടി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇതിനെ സംബന്ധിച്ച് വലിയ അന്വേഷണം നടക്കേണ്ടതാണ്. കൃത്യമായ അന്വേഷണം നടത്തി എന്തുകൊണ്ട് പൈപ്പ് പൊട്ടുന്നു, അന്വേഷണമൊക്കെ പലപ്പോഴും നടന്നിട്ടുണ്ട്, അതിന്റെ കാരണങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, ഈ 20,000 തവണയിലധികം 29,000-ത്തിലധികം തവണ പൈപ്പ് പൊട്ടി എന്ന് പറയുമ്പോൾ തന്നെ അന്വേഷണം നടക്കാതിരുന്നിട്ടില്ല. ഈ അന്വേഷണം നടത്തിയപ്പോഴാണ് അവര് ഈ മർദ്ദം ഇങ്ങനെ വരുന്നതിനെ കുറിച്ചും, അതുകൊണ്ട് ഈ പൈപ്പുകളുടെ ജോയിന്റ്, അതും ഈ ആസ്ബറ്റോസ് സിമെന്റ് പൈപ്പും കാസ്റ്റ് അയൺ പൈപ്പും ഒന്നും പര്യാപ്തമല്ല ഈ മർദ്ദം താങ്ങാൻ. അതിനവർ പറയുന്നത് ഈ DI, അതായത് ഡക്റ്റൈൽ അയൺ പൈപ്പുകൾ തന്നെ വേണം. അതിന് ചിലപ്പോൾ പണം കൂടുതലാകും. പക്ഷെ ഇതുപോലെ ഈ ഒരു പൈപ്പുകൾ ഇട്ടാലുണ്ടാകുന്ന കൊള്ള, ചൂഷണം നടത്താൻ കഴിയില്ല. കാരണം പൊട്ടത്തില്ല. മറ്റേത് ഇവർക്ക് പൈപ്പ് പൊട്ടിയാലേ പൊട്ടുമ്പോൾ പണി നടത്തണം. ആ പണിയിലെല്ലാം പണം അടിച്ചു മാറ്റണം. അത് ഈ കരാറുകാരെ ഭീഷണിപ്പെടുത്തിയും അവരെ വരുതിക്ക് നിർത്തിയും ഒക്കെ ഇതൊരു വലിയ മാഫിയയാണ്. അതിനകത്ത് രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്, കരാറുകാരുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. ഇനി ഈ നമ്മുടെ ഇതിന്റെ വാൽവ് ഉണ്ടല്ലോ, ഈ പൈപ്പിന്റെ വാൽവ്, ഈ വാൽവ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വെള്ളം വളരെ ശക്തിയിൽ കുതിച്ചു പായുന്ന വിധത്തിൽ വാൽവ് ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്താലും പൈപ്പ് പൊട്ടും. ഇതിനൊക്കെ ഈ വാൽവ് എത്ര വരെ തുറക്കാം, എത്ര വരെ തുറക്കരുത്, അത് വെള്ളത്തിന്റെ മർദ്ദം അനുസരിച്ച് വേണം വാൽവ് തുറന്നു കൊടുക്കാൻ. ഇതെല്ലാത്തിനും കണക്കുണ്ട്. ഇതിനെല്ലാം എന്താ പറയേണ്ട ഒരു മാനുവൽ ഉണ്ട് വാട്ടർ അതോറിറ്റിയിൽ. അതനുസരിച്ചാണ് കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ മാനുവലും അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി വാട്ടർ അതോറിറ്റിയുടെ സിസ്റ്റം മുഴുവനും തകർത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ കേന്ദ്ര സഹായം കിട്ടിയിരുന്നു അമൃത് പദ്ധതി. അത് വരുന്നു. അത് അമൃത് പദ്ധതി, അതായത് ജലജീവൻ മിഷനും അമൃത് പദ്ധതിയും അത് വലിയ രീതിയിൽ അട്ടിമറിച്ചു. എങ്ങനെയെന്നറിയാമോ? ഈ കേന്ദ്രം കൊടുത്ത പണം ഉപയോഗിച്ച്, അതായത് കേന്ദ്രം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതിക്കുള്ള മുഴുവൻ എമൗണ്ട് കേന്ദ്രം കൊടുക്കുമായിരുന്നു.
ഇപ്പൊ കേന്ദ്രം അത് നിർത്തി. ഉം. അതിന് പകരം 60-40. അതായത് ഞങ്ങൾ 60 തരും, നിങ്ങൾ 40 തരണം. നിങ്ങൾ അങ്ങനെ അവിടെ ഈ പണം മുഴുവനും ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണേ? ഇത് വകമാറ്റി ചെലവഴിക്കുകയാണ്. ഇതിവിടെ വകമാറ്റി ചെലവഴിച്ചിട്ട് സമയത്തിന് കാര്യങ്ങളും ചെയ്യുന്നില്ല. തിരിച്ച് കണക്ക് ചോദിക്കുമ്പോ കണക്കില്ല. ഈ കണക്ക് ചോദിച്ചാൽ കൈമലർത്തും. എന്തുകൊണ്ടാണ് കൈമലർത്തുന്നത്? ഇവിടെ പണം വകമാറ്റി ചെലവഴിച്ചു. പണ്ട് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത്, തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന VS സർക്കാരിന്റെ കാലത്ത് ഇവർ ചെയ്ത പണി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെയാണ്. വളരെ കൃത്യമായിട്ട് ഈ പണം വകമാറ്റി, അതായത് എന്തിന് പണം കൊടുത്തോ, സർവശിക്ഷ അഭിയാന്റെ പേരിൽ പണം വന്നു, 400 എത്രയോ കോടി. ആ പണം സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിച്ചു. അന്നത് ഉമ്മൻചാണ്ടി നിയമസഭയിൽ വലിയ വിഷയമായിട്ട് ഉയർത്തി കാണിച്ചതാണ്. പക്ഷെ ഒരു കാര്യവുമില്ല, അത് നിർബാധം. ഇടത് മാറി വലത് വരുമ്പോൾ അവരും ഇത് തന്നെ ചെയ്യും, വലത് മാറി ഇടത് വരുമ്പോൾ അവരും ഇത് തന്നെ ചെയ്യും. അങ്ങനെ ഇവർ പരസ്പരം ഈ ഫണ്ട് വകമാറ്റൽ നിർബാധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞതുപോലെ ഈ അമൃത് ജലജീവൻ മിഷൻ, അമൃത് പദ്ധതി, ഇതില് വന്ന പണം ഉപയോഗിച്ച് ഇവരെന്ത് ചെയ്തു? കേന്ദ്രം നൽകിയ 60% പൈസ കുറേയൊക്കെ അവര് ഭൂമിക്കടിയിൽ പൈപ്പ് കുഴിച്ചിട്ടു, പിന്നെ കുറേയൊക്കെ അടിച്ചു മാറ്റി ഈ പറഞ്ഞ പോലെ വകമാറ്റി ചെലവഴിച്ചു. ഇനി സംസ്ഥാനം ചെലവഴിക്കേണ്ട 40% ഉണ്ട്, അതില്ല. ചെലവഴിക്കാൻ പണമില്ല. ഇവിടെ വല്ലതും വേണ്ടേ? ഞങ്ങൾ കിഫ്ബി കൊണ്ട് ഇവിടെ അടിസ്ഥാന സൗകര്യം എല്ലാം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. കിഫ്ബി കൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു അടിസ്ഥാന സൗകര്യമായിരുന്നു ഇത്. അതുപോലെ മറ്റൊന്നായിരുന്നു ഈ ഡക്റ്റൈൽ അയൺ പൈപ്പ്, ഭൂമിക്കടിയിൽ പഴയ കാസ്റ്റ് അയൺ പൈപ്പ് ഇതൊക്കെ മാറ്റിയിട്ട് അവിടെ ഈ ഡക്റ്റൈൽ അയൺ പൈപ്പ് ഇടേണ്ടിയിരുന്നത്. അതൊന്നും ചെയ്യാതെ സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ട പണം ഒന്നും ചെലവഴിക്കാതെ, പണമില്ല ചെലവഴിക്കാൻ, ഉള്ളത് തന്നെ ദൂർത്തടിക്കുകയാണ്. അതെല്ലാം ചെയ്തിട്ട് അയ്യോ പൈപ്പ് പൊട്ടുന്നേ, കോർപ്പറേഷൻ കുടിവെള്ള വിതരണം നടത്തുന്നില്ല. ഇതിന്റെ ഉദ്ദേശം ഒരു ഉദ്ദേശമുള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJP ആയതുകൊണ്ട് അതുവരെ ചെയ്തു വെച്ചിട്ടുള്ള തോന്നിവാസങ്ങൾ മുഴുവൻ അറിയാവുന്നത് കൊണ്ട് വെള്ളമില്ലേ എന്ന് പറഞ്ഞ് ബഹളം വെക്കുക. പക്ഷെ ഇതിനും വലിയ ജലക്ഷാമം ജലരൂക്ഷം സമയമുണ്ട്. ഞാൻ കൊറോണ കാലത്ത് ഞാൻ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടതാണ്, കൊറോണ പിടിച്ച് മരിക്കുമെന്ന് എനിക്ക് പേടിയില്ല, പക്ഷെ വെള്ളം കിട്ടാതെ മരിക്കുമെന്ന് ഞാൻ ഭയക്കുന്നു, ഞാൻ ഇട്ടതാണ്. അപ്പൊ തന്നെ കൃഷ്ണൻകുട്ടിയേട്ടന്റെ മന്ത്രിയുടെ ഒരു PA എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. പുള്ളി അപ്പോൾ വിളിക്കുകയും മന്ത്രിയുമായി സംസാരിക്കുക, ഉടനെ തന്നെ വെള്ളം വരാനുള്ള സംവിധാനമൊക്കെ ചെയ്തില്ല എന്നല്ല, പക്ഷെ അത് നമുക്ക് പരിചയമുള്ളത് കൊണ്ടും നമ്മൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയാകും വാർത്തയാകും എന്നുള്ളത് കൊണ്ടും ചെയ്തതാണ്. പക്ഷെ വെള്ളം കിട്ടാതെ അത് എന്റെ അവസാന ഘട്ടത്തിലെ ഒരു നിലപാടായിരുന്നു. ദിവസങ്ങളോളം വെള്ളം കിട്ടാതിരുന്ന് അസ്വസ്ഥയായിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷെ ഇപ്പോ കുടിവെള്ളക്ഷാമം കേരളത്തിൽ മുമ്പും വളരെ രൂക്ഷമായിട്ടുണ്ട്. ഇപ്പോഴിത് ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഭരണമാറ്റമുണ്ടായി BJP വന്നിരിക്കുന്നു. മറ്റൊരു പ്രധാന വിഷയം കൂടി ഇതിനകത്തുണ്ട്. ഈ BJP അവിടെ നടന്നിരിക്കുന്ന അഴിമതികൾ ഒന്നൊന്നായിട്ട് പുറത്തുവിടുന്നുള്ള പേടിയുണ്ട്. ഉദാഹരണം അല്ല, കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആ പേടി, ആ ഭയമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്നലെ ന്യൂസ് മലയാളം 24-ലാണെന്ന് തോന്നുന്നു, ആര്യ രാജേന്ദ്രൻ ഇത് ഫലപ്രദമായി നന്നായി വെള്ളത്തിനുള്ള സംവിധാനം ചെയ്തിരുന്നു എന്ന തരത്തിലാണ് ശ്യാംലി എന്ന് പറയുന്ന ആങ്കറാണെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാൻ അപ്പോഴേ ആലോചിച്ചു, ഒരു അവർ വലിയ ആങ്കർ ആകാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, പുതിയ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞില്ലേ പറയുന്നത്. ഈ പ്രചരണം നടത്തുന്ന ഇടതുപക്ഷക്കാരാണെങ്കിൽ മാത്രമേ പ്രചരണം നടത്തുള്ളൂ. അത് ആര്യ രാജേന്ദ്രൻ ഇതൊക്കെ ഫലപ്രദമായി മറികടന്നിരുന്നു എന്ന വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ ഇല്ലാതെ സ്വന്തം ഭർത്താവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും പോകാൻ പറ്റാത്ത രീതിയിലേക്ക് ആര്യ രാജേന്ദ്രൻ മാറിയത് എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. പക്ഷെ മാധ്യമ പ്രവർത്തകർ ഇപ്പോഴും ആര്യ രാജേന്ദ്രന്റെ ഭാഗം പറഞ്ഞുകൊണ്ട് പുട്ടിയടിക്കുക. എത്ര പുട്ടിയടിച്ചാലും അത് മാറില്ല. ആ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 5 വർഷം ഉണ്ടാക്കിയത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ്. അത് മാത്രമല്ല ശ്രീലേ, ഒരു ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞു, ആ ഭരണസമിതി പോകാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് വരാൻ പോകുന്ന 1 വർഷത്തെ കരാറുകൾ ഒന്നല്ല, ചില കരാറുകൾ 10 വർഷം അല്ല, ഞാൻ മിനിമം ഞാൻ പറയുന്നത്, ഞാൻ നിയമമാണ് പറയുന്നത്, കൊടുക്കുകയാണ്. അത് നിലനിൽക്കുവോ? അത് സ്റ്റാൻഡിങ് ഇല്ല. കോടതി പോയാൽ കോടതി അത് വലിച്ചു കളയും. അടുത്ത വർഷത്തെ 10 വർഷം, അതെ, വരാൻ പോകുന്ന ഓണത്തിന് 10 വർഷത്തേക്കുള്ള കരാറുകൾ ലൈറ്റുമായി ബന്ധപ്പെട്ടൊക്കെ അതാണ്. ലൈറ്റുമായി എനിക്ക് തോന്നുന്നു അവസാന സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഒരു ഭരണം കിട്ടില്ല, അപ്പൊ പിന്നെ കിട്ടാവുന്ന പണം എല്ലാം സമാഹരിച്ചുകൊണ്ട് ഇറങ്ങുക. 15,000 രൂപയ്ക്ക് പുത്തിരിക്കണ്ടം ലേലത്തിൽ പിടിച്ച ആള് ലക്ഷങ്ങൾക്കാണ് മറിച്ച് ലേലം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇതിപ്പോ എനിക്ക് തോന്നുന്നു മേയർ ഇടപെട്ട് അത് റദ്ദ് ചെയ്യാനുള്ള
അപ്പോൾ ഇതെല്ലാം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. അവർക്ക് വലിയ രീതിയിൽ നാണക്കേടാണ്. പ്രതീക്ഷിച്ചിട്ടില്ല BJP അധികാരത്തിൽ വരും, ഞങ്ങൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലുമായി ഞങ്ങൾ വരും എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന്, ഇനി അഥവാ BJP വന്നാലും BJPക്ക് ഭൂരിപക്ഷം കിട്ടില്ല. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവും. അപ്പൊ സ്റ്റാൻഡിംഗ് കൗൺസിലൊക്കെ നമ്മുടെ കയ്യിൽ വരും. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് അപ്പൊ ഈ BJPയെ വിരട്ടി നിർത്താം. ഇപ്പൊ അവരതിന് പറയുന്ന വാദം, ഇപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ശബരിനാഥനും കഴിഞ്ഞ ദിവസം പറയുന്ന കണ്ടു, ഇതൊക്കെ ഇവരെല്ലാം കൂടി ഇരുന്ന കമ്മിറ്റികളിലാണ് തീരുമാനിച്ചിട്ടുള്ളത്, നിശ്ചയിച്ചിട്ടുള്ളത്. ഭൂരിപക്ഷമുള്ള കമ്മിറ്റിക്ക് അത് തീരുമാനമെടുക്കാൻ കഴിയൂ. ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനായിരുന്നു. ഇവർ എതിർത്തിട്ടുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്, എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മിനിറ്റ്സിലുണ്ട്. പക്ഷെ അപ്പോഴും പ്രചരിപ്പിക്കുന്നത് ഇവർ കൂടി ഉൾപ്പെട്ട കമ്മിറ്റിയാണ് അത് ചെയ്തതെന്നുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ BJP ഇപ്പൊ ഇതിനെ കുറിച്ച് പറയില്ല. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ കഴിയില്ല. അതെ, ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇടതുപക്ഷക്കാരോട് പറയാനുള്ളത്. അത് പ്രതിപക്ഷം മനസ്സിലാക്കുന്നില്ല, കോൺഗ്രസ്. ചില യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ, വളരെ രാവിലെ എണ്ണീറ്റ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം ഓർക്കുള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷന് വെള്ളമില്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ ലൈറ്റ് കത്തുന്നില്ല, തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ഉറങ്ങുന്ന ശിവൻകുട്ടിയുടെ ഏതാണ് കേട്ടോ, എന്തോ പേടി സ്വപ്നം ഉണ്ടെന്ന്. അത് നിയമത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള ഒരു ഭയം അദ്ദേഹത്തിനുണ്ട്. അപ്പോ ഒന്നാമത്തെ കാര്യം, ഇത് എല്ലാ വർഗീയ കക്ഷികളും കൂട്ടുപിടിച്ചിട്ടുണ്ട്, SDP അടക്കം കൂട്ടുപിടിച്ചിട്ടും പരാജയപ്പെടുന്ന അവസ്ഥയുണ്ട് എന്നാണ് അങ്ങയുടെ സ്ഥലകാല വിഭ്രാന്തിയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അല്ല, ഇത് തോറ്റു കഴിഞ്ഞാൽ പോയി, ഇനി ഒരു തിരിച്ചുവരവ് അതില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്, ചിന്തിക്കുകയേ വേണ്ട. കാരണം അത്രത്തോളം അവർ തകർന്നു പോകും. അതായത് പാർട്ടിക്ക് തന്നെ അറിയാം മറ്റൊരു ബംഗാളാണ് കേരളം. തീർച്ചയായും. അതുകൊണ്ടാണ് അവർ ഇത്രയേറെ ഭയപ്പെടുന്നത്. അവരെങ്ങനെയും ഭരണത്തിൽ തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, വന്നില്ലെങ്കിൽ ഒന്നുമില്ല, എവിടെയാണ് ഭരണമുള്ളത്? ഇനി ധനസമാഹരണ മാർഗം ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ചിലപ്പോൾ കുടുംബത്തേക്കായിരിക്കും, പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അടുത്ത ഒരു ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ മുമ്പോട്ട് നോക്കിയാൽ മുമ്പോട്ട് പോകാൻ ഒരു മാർഗം, ഇപ്പൊ ഡൽഹിയിൽ ഇവരുടെ ഓഫീസ് ഗൂഗിൾ മാപ്പിൽ പോലും കിട്ടില്ല എന്നുള്ളതാണ്. ഗൂഗിൾ മാപ്പ് ഞാൻ അടിച്ചു നോക്കി, ശരിക്കും സീരിയസ് ആയി പറയാം. ഗൂഗിൾ മാപ്പ് ഗോൾ മാർക്കറ്റിലാണ് ഓഫീസ്, പക്ഷെ അടിച്ചു നോക്കിയാൽ പോലും CPM-ന്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാൻ കഴിയില്ല. ആകെയുള്ളത് AKG ഭവൻ. ഇപ്പൊ ആകെയുള്ളത് സംശയം ഉണ്ടെങ്കിൽ അടിച്ചു നോക്കാം ആർക്കെങ്കിലും. ഇപ്പൊ ഉള്ളത് ആകെയുള്ളത് തിരുവനന്തപുരം. ആകെ ഇവർക്ക് പറയാനുള്ളത് കേരളവും തിരുവനന്തപുരവും മാത്രമാണ്. കനലൊരു തരി ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്താണ്. അതും കോർപ്പറേഷനോടെ പോയി, നിയമസഭയോടെ എന്താകുമെന്ന് അറിയില്ല. നിയമസഭയിലൂടെ പോയാൽ ഇനി നേതാക്കന്മാർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഡൽഹിയിൽ നിന്നൊക്കെ നേതാക്കന്മാർ വരുന്ന കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടാണ്. അല്ല, അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോലുള്ള മാർഗ്ഗമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ AKG ഭവനെ നിലനിർത്തുന്നത്, അവിടുത്തെ കറണ്ടിന്റെ പണം അടയ്ക്കുന്നത് പോലും കേരളത്തിൽ നിന്ന് കിട്ടുന്ന പൈസയാ. അതാണ് പിണറായി വിജയൻ ഇത്ര അപ്രമാദിത്യം വന്നത് പാർട്ടിയിൽ. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ CPM-ന്റെ അവസ്ഥ പരിങ്ങലിലാകുന്ന കാര്യത്തിൽ മെയ് 4-ാം തീയതി അറിയാം. ഇല്ലല്ലോ. അതെ, അധിക ദിവസം ഇല്ല. അപ്പോ ഈ തിരുവനന്തപുരത്തെ കുടിവെള്ളം മുട്ടിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ല, അതിന്റെ ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റിക്കാണ്. പൂർണ്ണ ഉത്തരവാദിത്വം. കുടിവെള്ള വിതരണം അവരുടെ കയ്യിലാണ്. കോർപ്പറേഷൻ ഉത്തരവാദിത്വമുണ്ട്, ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുണ്ട്, അത് പരമാവധി അവരെത്തിക്കുന്നുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ വണ്ടി പോകാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെ ചെറിയ വണ്ടികൾ എടുത്തുകൊണ്ട് പോലും വിതരണം കൊടുക്കുന്നുണ്ട്. അല്ല, അവർ പരമാവധി ഇപ്പൊ തുടങ്ങിയല്ല കേട്ടോ. ആറ്റുകാൽ പൊങ്കാല എനിക്ക് തോന്നുന്നു ഇവര് ഭരണത്തിലേറി ഒരു 15-20 ദിവസത്തിനുള്ളിൽ നടന്ന ആറ്റുകാൽ പൊങ്കാല മുതൽ ഈ അസ്വസ്ഥത തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ആറ്റുകാൽ പൊങ്കാല. അന്ന് മുതൽ പൊങ്കാലയ്ക്ക് മുന്നോടിയായിട്ട് തുടങ്ങിയ ഒരു ക്യാമ്പയിൻ ആണിത്. ഈ CPM-ന്റെ PR ക്യാമ്പയിൻ ആണ് ഇത്. യഥാർത്ഥത്തിൽ BJP കുടിവെള്ളം മുട്ടിക്കുന്നു എന്നുള്ളത് ജനത്തിന് യാഥാർത്ഥ്യം അറിയാം. വാട്ടർ അതോറിറ്റി അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്നു, അവർ കൈമലർത്തുന്നു. അവർക്ക് ഒന്നും ചെയ്യാനില്ല ഈ കാര്യത്തിൽ. കാരണം ഈ പറഞ്ഞതുപോലെ 29,000 തവണ 3 വർഷത്തിനിടയ്ക്ക് പൈപ്പ് പൊട്ടിയ ഒരു തലസ്ഥാന നഗരം, 170 കോടി രൂപ കരാറുകാർക്ക് കുടിശ്ശിക വരുത്തിയിരിക്കുന്ന ഒരു ഭരണ സംവിധാനം. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കുഴപ്പങ്ങൾ. അതിനെ മറച്ചു പിടിക്കാൻ, അതിൽ നടന്നിരിക്കുന്ന അഴിമതി മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ദുരാരോപണങ്ങളാണ് ഈ നടത്തുന്നതൊക്കെ.